everyone, welcome to Kids Area Online. Class 2 Integration Day 2 exam കഴിഞ്ഞിരിക്കുകയാണ്. ഉദ്ഗ്രഥനം 2 Day 2 എക്സാം വളരെ ഈസി ആയിരുന്നല്ലോ. നന്നായിട്ട് എഴുതിയോ? എക്സാം ഒക്കെ എഴുതിയോ? എഴുതി. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനും ആൻസേഴ്സ് നോക്കാം. കിഡ്സ് ഏരിയ ഓൺലൈൻ മലയാളം റീഡിംഗ് ആൻഡ് റൈറ്റിങ്ങിൻ്റെ നെക്സ്റ്റ് ബാച്ച് സെപ്റ്റംബറിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നടക്കുന്ന ബാച്ച് കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത ബാച്ച് ഒരുപാട് പേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അടുത്ത ബാച്ച് സെപ്റ്റംബറിലാണ് സ്റ്റാർട്ട് ചെയ്യുക. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതിയാകും. മലയാളം എഴുതുവാനും കൂട്ടി വായിക്കുവാനും ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്കുള്ള ക്ലാസ്സാണ്. അതുപോലെ തന്നെ കേരള സ്റ്റേറ്റ് സിലബസിൽ ക്ലാസ് 1 മുതൽ ക്ലാസ് 5 വരെ പഠിക്കുന്ന കുട്ടികൾക്ക് ഓൺലൈൻ ട്യൂഷൻ നൽകുന്നുണ്ട്. സൂമിലാണ്, ലൈവ് ക്ലാസ്സസ് ആണ്. ട്യൂഷനിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരും ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. 9746487799. ഒന്നാമത്തെ ചോദ്യം, ഇന്നലെ 5 ചോദ്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 6ാമത്തെ പ്രവർത്തനമാണ്. Day 2 എക്സാമിൻ്റെ ആദ്യത്തെ ചോദ്യം, നിലമൊരുക്കൽ. ഇന്നലെ ടീച്ചർ ഈ ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇവിടെ നിന്ന് അപ്ലോഡ് ചെയ്യാനായിട്ട് മാറിപ്പോയിട്ടുണ്ടായിരുന്നു. വെരി സോറി, ക്ഷമ ചോദിക്കുന്നു. ഇന്നാണ് ശ്രദ്ധിക്കപ്പെട്ടത്. വെരി സോറി, ക്ലാസ് മാറി അപ്ലോഡ് ചെയ്ത് പോയി. വെരി സോറി കേട്ടോ. പ്രവർത്തനം 6, നിലമൊരുക്കൽ. മണ്ണ് കിളയ്ക്കണം, നന്നായി മണ്ണു കിളയ്ക്കണം. നിലമൊരുക്കണം, നന്നായി നിലമൊരുക്കണം. കൃഷി ആവശ്യത്തിനുള്ള 2 ഉപകരണങ്ങളും അവയുടെ ഉപയോഗവും എഴുതുക. ഈ ക്വസ്റ്റ്യൻ ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ആദ്യത്തെ Day 1 വേണ്ടി പഠിപ്പിച്ചപ്പോൾ ആ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും എഴുതിയായിരുന്നോ? ഉപകരണം, ഉപയോഗം. അതിൽ ടീച്ചർ ഒരു 3-4 ഉപകരണങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ ഉപയോഗവും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ 2 ഉപകരണങ്ങളും അവിടെ ഉപയോഗമാണ് എഴുതേണ്ടത്. ഏതൊക്കെയാ? തൂമ്പ, മൺവെട്ടി, കൈക്കോട്ടെന്ന് പറഞ്ഞ് മണ്ണ് കിളയ്ക്കാനും വരമ്പുകൾ ഒരുക്കാനും ഉപയോഗിക്കാം. അതുപോലെ അരിവാൾ, വിളവെടുക്കാനും പുല്ല് കള എന്നിവ അരിയാനും ഒക്കെ എന്ത് ചെയ്യാം? അരിവാൾ ഉപയോഗിക്കാം. ഇത് ടീച്ചർ അന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ മറ്റു ഉപകരണങ്ങളും പിക്കാസ് ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. നിലമൊരുക്കുന്നതിന് ട്രാക്ടറിന് പകരം പണ്ട് ഉപയോഗിച്ചിരുന്നത് എന്താണ്? ട്രാക്ടറിന് പകരം കലപ്പ. കലപ്പ എന്നാണ് പറയുന്നത് കേട്ടോ, കലപ്പ. വീടും പരിസരവും ചിത്രത്തിലെ കാഴ്ചകൾ ഉൾപ്പെടുത്തി വിവരണം തയ്യാറാക്കുക. അതായത് ഇവിടെ എന്തൊക്കെ കാണുന്നു? വീട് കാണുന്നുണ്ട്, കിണർ കാണുന്നുണ്ട്, കോഴി ആഹാരം തിന്നുന്നുണ്ട്, നായയുണ്ട്, കുട്ടികൾ ഓടിക്കളിക്കുന്നുണ്ട്, പശു തൊഴുത്തിലുണ്ട്, തലയിൽ ചുമടുമായിട്ടൊരാൾ വരുന്നുണ്ട്, നിറയെ മരങ്ങൾ കാണുന്നുണ്ട്. ഇതൊക്കെ ചേർത്തിട്ട് എഴുതാൻ വേണ്ടിയിട്ടായിരുന്നു. ഇതൊരു മനോഹരമായ ഗ്രാമീണ വീടിൻ്റെയും പരിസരത്തിൻ്റെയും ചിത്രമാണ്. ആദ്യം ഇതെന്ത് ചിത്രമാണെന്നാണ് എഴുതേണ്ടത്. ഇതൊരു മനോഹരമായ വീടിൻ്റെയും പരിസരത്തിൻ്റെയും ചിത്രമാണ്. ഓടുമേഞ്ഞ വലിയൊരു വീടും മൺപുരയും കാണാം. ഓടുമേഞ്ഞ വലിയൊരു വീടും മൺപുരയും കാണാം. മുറ്റത്ത് കുട്ടികൾ സന്തോഷത്തോടെ ഓടിക്കളിക്കുന്നു. അവരുടെ പിന്നാലെ പട്ടിക്കുട്ടിയും നടക്കുന്നുണ്ട്. മുറ്റത്ത് തൊഴുത്തിലൊരു പശു നിൽക്കുന്നു. കൂടാതെ കോഴിക്കുഞ്ഞുങ്ങൾ തീറ്റ കൊത്തി തിന്നുന്നു. വീടിൻ്റെ വശത്തായിട്ട് ഒരു കിണറും കപ്പിയും കാണാം. പച്ചപ്പാർന്ന മരങ്ങളും തെങ്ങുകളും നിറഞ്ഞ അതിമനോഹരമായ ഒരു കാഴ്ചയാണിത്. ആദ്യം ഇതെന്ത് ചിത്രമാണെന്ന് എഴുതണം. അടുത്ത അവസാനം അത് കൺക്ലൂഡ് ചെയ്യണം. അതിമനോഹരമായ ചിത്രമാണെന്ന് പറഞ്ഞതുപോലെ കൺക്ലൂഡ് ചെയ്യണം. അപ്പോൾ ഇതായിരുന്നു അവിടെ എന്തൊക്കെ കാണുന്നു എന്നുള്ളത് അതിൻ്റെ ഉള്ളിൽ എഴുതണം. ഇതാണ് വിവരണം തയ്യാറാക്കാനുള്ളത്. ജലസ്രോതസ്സുകൾ, ഇതും ടീച്ചർ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പുഴക്കരയിൽ കണ്ട അറിയിപ്പ് ബോർഡ് നോക്കൂ. ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുന്നതിനുള്ള മറ്റൊരു പോസ്റ്റർ വാക്യം എഴുതുക. ഇവിടെ ഒത്തിരി പോസ്റ്റർ വാക്യങ്ങളുണ്ട്. ജലാശയങ്ങൾ നാടിൻ സമ്പത്ത് എന്നാണ് ഇവിടെ കാണുന്നത്. അതുപോലെ ജലം ജീവാമൃതം, ഒരു തുള്ളിയും പാഴാക്കരുത്, ജലസ്രോതസ്സുകൾ സംരക്ഷിക്കൂ, ജീവന്റെ നിലനിൽപ്പ് ഉറപ്പാക്കൂ. ഇങ്ങനെ ഒരുപാട് പോസ്റ്റർ വാക്യങ്ങളുണ്ട്. 2 ജലസ്രോതസ്സുകളുടെ പേരെഴുതുക. ഒരുപാടുണ്ട്. കിണർ, കുളം, പുഴ, അരുവി, കടൽ, തടാകം, കായൽ, ഇങ്ങനെ ഒരുപാടുണ്ട്. ജലസ്രോതസ്സുകൾ മലിനമാക്കുന്ന 2 സന്ദർഭങ്ങൾ എഴുതുക. പ്ലാസ്റ്റിക് മാലിന്യങ്ങളും വീട്ടുമാലിന്യങ്ങളും ജലാശയങ്ങളിൽ തള്ളുന്നത് വഴി, ഫാക്ടറികളിലെ രാസമാലിന്യങ്ങളും അഴുക്കുവെള്ളവും പുഴകളിലേക്ക് ഒഴുകുന്നത് വഴി, ഇനി എന്താ? പുഴകളിൽ കന്നുകാലികളെ കുളിപ്പിക്കുന്നത് വഴി. ഇതൊക്കെ ജലസ്രോതസ്സുകൾ മലിനമാകുന്നതിനുള്ള സന്ദർഭങ്ങളാണ്. കിണറിൻ്റെ സമീപം കുളിക്കുന്നതിലൂടെ, മൃഗങ്ങളെ കുളിപ്പിക്കുന്നതിലൂടെ, തുണി അലക്കുന്നതിലൂടെ, ഇതൊക്കെ നമുക്ക് ജലസ്രോതസ്സുകൾ മലിനമാകുന്ന സന്ദർഭങ്ങളായിട്ട് എഴുതാം. സംഭാഷണം എഴുതാം. സ്കൂളിലെത്തിയ മീനു സയയോട് വിശേഷങ്ങൾ പറഞ്ഞു. സയ, ഞാൻ ഇന്നലെ മുത്തശ്ശിയുടെ വീട്ടിൽ പോയി. അപ്പോൾ സയ എന്തിനാണ് പോയെന്ന് ചോദിച്ചിട്ടുണ്ടാവാം. അവിടെ എന്തൊക്കെ കണ്ടു എന്ന് ചോദിച്ചിട്ടുണ്ടാവാം. അവിടുത്തെ വിശേഷങ്ങൾ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടാവാം. അത് ചേർത്തിട്ട് ഒരു സംഭാഷണം, നിങ്ങളുടേതായ ആശയത്തിൽ സംഭാഷണം എഴുതാനായിരുന്നു 9ാമത്തെ പ്രവർത്തനം. 10ാമത്തെ പ്രവർത്തനം ടീച്ചർ പഠിപ്പിച്ചതാണ്. നമ്മുടെ ദേശീയ പതാകയിലെ നിറങ്ങൾ ഏതെല്ലാം? മുകളിൽ എന്താണ്? മുകളിൽ കുങ്കുമ നിറം. ദേശീയ പതാകയ്ക്ക് 3 നിറങ്ങളുണ്ട്. മുകളിൽ കുങ്കുമ നിറം,
നടുവിൽ വെള്ള എഴുതണം, ഇവിടെ കുങ്കുമം എഴുതണം, ഇവിടെ വെള്ള എഴുതണം, താഴെ പച്ച, ഇവിടെ പച്ച എഴുതണം. കുങ്കുമം, വെള്ള, പച്ച. ഇതിവിടെ നിറം കൊടുക്കുകയും വേണം. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനം എന്നാണ്? ഓഗസ്റ്റ് 15. ഇപ്പോൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ അല്ലേ? ഓഗസ്റ്റ് 15. ഓക്കെ ചിൽഡ്രൻ, അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ഇൻ്റഗ്രേഷൻ ഡേ 2 എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ. എല്ലാവരും എക്സാം നല്ലതുപോലെ എഴുതിയെന്ന് വിശ്വസിക്കുന്നു. യെസ്, അപ്പോൾ നാളത്തെ എക്സാമിന് വേണ്ടി എല്ലാവരും വീണ്ടും പഠിച്ചു തുടങ്ങുക. ടീച്ചർ വൈകിട്ട് ക്ലാസ്സുമായിട്ട് വരുന്നുണ്ട്. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ, താങ്ക് യു.